തെരുവുനായ ആക്രമണത്തെക്കുറിച്ച് വാർത്ത നൽകാത്ത ഒരു റിപ്പോർട്ടറുമില്ല. കാരണം കേരളത്തിൽ എല്ലായിടത്തും ദിവസേന എന്നവണ്ണം പലർക്കും പരിക്കേൽക്കുന്ന സ്ഥിതിയുണ്ട്. മരണം വരെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് വല്ലാത്ത ആശങ്ക ആളുകൾക്ക് ഇക്കാര്യത്തിലുണ്ട്. ഇന്ന് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായത്? ആരുടെയും എല്ലാവർക്കും വേണ്ട ചികിത്സയൊക്കെ ലഭ്യമാക്കിയിരുന്നു? ഇന്ന് രാവിലെ അഞ്ചലിലെത്തിയ പല ആൾക്കാർക്കും തെരുവുനായയുടെ കടിയേറ്റു എന്നുള്ളതാണ്. അഞ്ചൽ, ചന്തമുക്ക്, അതുപോലെ തന്നെ ജംഗ്ഷൻ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെ സ്കൂളിലേക്ക് പോയ ആൾക്കാർ, ജോലിക്ക് പോയ ആൾക്കാർ, കടകളിലേക്ക് എത്തിയ ആൾക്കാർ, അവർക്കൊക്കെ തന്നെ തെരുവുനായയുടെ കടിയേറ്റു. മാത്രമല്ല മറ്റ് ഉള്ള തെരുവുനായ്ക്കളെയും ഈ നായ കടിച്ചു എന്നുള്ളതാണ്. നാട്ടുകാർ പറയുന്നത് ഇതിന് പേവിഷബാധ ഉണ്ട് എന്നുള്ളതാണ്. ആ പേവിഷബാധ ഉണ്ടെങ്കിൽ മറ്റ് കടിയേറ്റ തെരുവുനായ്ക്കൾക്ക് കൂടി പേപെടാനുള്ള സാധ്യതയാണ്. ഇതിനായാലും 7 പേരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അഞ്ചലിലെയും പുല്ലൂരിലെയും താലൂക്ക് ആശുപത്രിയിലായിട്ടാണ് ഇവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. പ്രാഥമിക ആയിട്ടുള്ള ആദ്യഘട്ട കുത്തിവയ്പ്പടക്കം എടുത്തിട്ടുമുണ്ട്. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പടക്കം എടുത്തിട്ടുമുണ്ട്. ഈ പ്രദേശത്ത് വലിയ രീതിയിൽ എല്ലാ സ്ഥലത്തും തെരുവുനായ പ്രശ്നമുണ്ട്. ഈ പ്രദേശത്ത് കൂടുതലായി അഞ്ചൽ, കടയ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ തെരുവുനായയുടെ ശല്യമുണ്ട്. രാത്രി കാലങ്ങളിൽ ബൈക്കിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് പിന്നാലെ ഈ തെരുവുനായ കൂട്ടമായി പായുകയും പല സമയങ്ങളിലും പല ആൾക്കാരും വീണ് പരിക്കേൽക്കൊക്കെ തന്നെ ചെയ്യുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇതിന് തൊട്ട് കുറച്ച് മാറിയാണ് കുന്നിക്കോട് എന്ന് പറയുന്ന പ്രദേശം. കുന്നിക്കോട്ട് ഒരു 7 വയസ്സുള്ള കുഞ്ഞിനെ തെരുവുനായ കടിച്ച് അതിന് പേവിഷബാധയേറ്റ് മരിച്ചിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊല്ലം ജില്ലയിലുണ്ട്. ABC കേന്ദ്രങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അവയൊന്നും ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സ്ഥലങ്ങളിലെ ABC കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അങ്ങനെയൊക്കെ സ്ഥിതിയിൽ ഇനി ഒരു 2 മാസത്തിനുള്ളിൽ എങ്ങനെ ഈ തെരുവുനായ്ക്കളെ പൂർണ്ണമായും ബന്ധീകരിക്കാൻ സാധിക്കുന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. എന്തുതന്നെയായാലും അഞ്ചൽ മേഖലയിലാണ് ഇത്തരത്തിലുള്ള തെരുവുനായ ശല്യം ഇപ്പോഴുണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ശാസ്താംകോട്ട അടക്കം ഉള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ തെരുവുനായയുടെ ശല്യമുണ്ടാവുകയും പലർക്കും കടിയേൽക്കുകയും ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകിയത്.